I got some sweets, but I can have more. ഈ സമയത്ത് നല്ല വെതർ കേട്ടോ. മഴയില്ലെങ്കിൽ നല്ല സുഖമുള്ള സമയമാണ്, നല്ല കാലാവസ്ഥയാണ്, വലിയ തണുപ്പില്ല. ഇവിടെ കസേര ഇട്ടേക്കുന്നുണ്ട്. വൈകുന്നേരം ഈ നടത്തം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഈ നദിയുടെ കാഴ്ച കണ്ടിരിക്കാൻ എന്ത് ഭംഗിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ശരിക്കും ചെയ്യാവുന്ന കാര്യമാണിത്. നമുക്ക് ഒരുപാട് നല്ല നദികളുണ്ട്, പക്ഷേ ഞാൻ അകത്ത് കയറുകയാണെങ്കിൽ തന്നെ ആരെയും ശല്യപ്പെടുത്താതെ ഏറ്റവും പുറകിൽ നിന്ന് എല്ലാം വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫ്രീ മാർക്കറ്റിംഗ്, ഫ്രീ പബ്ലിസിറ്റി. വീഡിയോ എടുത്തോട്ടെ ചോദിച്ചു. പുള്ളിക്കാരി പറയാം ധൈര്യമായിട്ട് എടുത്തോ, ഫ്രീ പബ്ലിസിറ്റി അല്ലേ എനിക്ക്. ഞാനതുകൊണ്ട് ഇച്ചിരി പ്രായമുള്ള ഒരാളോട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം കുറച്ചുകൂടെ പ്രായമുള്ളവർക്ക് ഇവരുടെ ഭാഷ എന്തായാലും അറിയാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ കൂടുതൽ പേർക്ക് ഇവരുടെ ഭാഷ അത്ര നന്നായിട്ട് അറിയത്തില്ല. ഇനി ഇൻവേർണസിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലുള്ള ഗ്ലെൻ ആൽബിനിൽ എല്ലാവരും വരിക, എൻ്റെ പേര് പറഞ്ഞാൽ മതി. സ്കോട്ട്ലൻഡിലെ ഹൈലാൻഡ്സിന്റെ ഗേറ്റ് വേ ആയ ഇൻവേർണസിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്നിവിടെ ഈ സിറ്റിയിലുള്ള കാഴ്ചകളെല്ലാം കവർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാൻ. ഏകദേശം 11 മണിയായി. ഇന്ന് നല്ല വെതറാണെന്നുള്ള വിശ്വാസത്തിലാണ് ഈ ഇറങ്ങുന്നത്. രാവിലെ ഫോണിൽ ചെക്ക് ചെയ്ത് വെച്ചാൽ ഇന്ന് അത്യാവശ്യം നല്ല വെതറാണ്. മഴയൊന്നുമില്ല, ഇന്നത്തെ പോലെ കാറ്റൊന്നുമില്ല. ഇതാണ് രാവിലത്തെ ആദ്യത്തെ നമ്മുടെ കാഴ്ച, ഇവിടുത്തെ ഇൻവേർണസ് കാസിൽ. ഇതാണ് നേരെ കാസിലിന്റെ മുന്നിലുള്ള കാഴ്ച കേട്ടോ. ഇതാ വഴിയാണ് നമ്മൾ രാവിലെ ഇപ്പം ഗസ്റ്റ് ഹൗസിൽ നിന്ന് വന്നത്. പിന്നെ കാസിലിന്റെ ഒരു സൈഡിൽ സിറ്റിയുടെ നല്ല വ്യൂസ് ഇങ്ങനെ കാണാം. അവിടെ കുറച്ച് നേരം നമുക്ക് നിൽക്കാം, ഇൻവേർണസ് സിറ്റിയുടെ കാഴ്ച കണ്ടിട്ട്. ആ കാണുന്നതാണ് കത്തീഡ്രൽ, താഴെ കാണുന്നതാണ് റിവർ നെസ്. അതുവഴി നമുക്ക് നേരെ കത്തീഡ്രലിലേക്ക് പോകാം. അതാണ് അടുത്ത പ്ലാൻ. ഇന്നത്തെ ഒരാൾക്ക് 20 പൗണ്ടാണ് അകത്തേക്ക് കയറാനുള്ള എൻട്രി ഫീ. ഏറ്റവും വലിയ അട്രാക്ഷൻ അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയുടെ ഒരു 360 ഡിഗ്രി വ്യൂ കിട്ടും എന്നുള്ളതാണ്. ഞാൻ എന്തായാലും കാസിൽ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. സൈഡിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്, നല്ല രസമാണ്. കാസിലിന് സൈഡിൽ കൂടി റിവർ നെസ് ഒഴുകുന്നതിൻ്റെയും അതുവരെ കാണുന്നതാണ് നെസ് ബ്രിഡ്ജ്. നമുക്ക് അതുവഴി ഒന്ന് നടക്കാൻ പോകണം. ഇതിന് ശേഷം ഇന്നലെ വൈകുന്നേരം എത്തിയതുകൊണ്ട് ഈ കാഴ്ച ഒന്നും നമുക്ക് വെളിച്ചത്തിൽ കാണാൻ പറ്റിയില്ല. ഇന്ന് നമുക്ക് ഇൻവേർണസ് സിറ്റിയിൽ തന്നെയുള്ള എല്ലാ കാഴ്ചകളും നടന്ന് കാണണം. രാവിലത്തെ നമ്മുടെ ആദ്യത്തെ കാഴ്ച ഇൻവേർണസ് കാസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻസിലൊന്നും അതിൻ്റെ മേളിൽ നിന്നുള്ളൊരു 360 ഡിഗ്രി വ്യൂ ആണ്. സിറ്റിയുടെ ഈ ഒരു സൈഡ് മൊത്തത്തിൽ കാണാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഇന്ന് നല്ല കാലാവസ്ഥയായിരിക്കും എന്ന് പറഞ്ഞതേ ഉള്ളൂ. മഴ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചാണ് എന്നും രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഇതാണ് UK എവിടെ പോയാലും ഇവിടുത്തെ വെതർ ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നേരെ ജാക്കറ്റ് എടുത്ത് തലയിലിടുക, എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് നടക്കുക. അതല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ അതായിരുന്നു ഇൻവേർണസ് കാസിൽ. ഇനി നമുക്ക് ഇച്ചിരി മഴ തോരുന്നവരെ എവിടെയെങ്കിലും കയറിയിരിക്കാം. മഴ ഇപ്പോഴെങ്കിലും തോരുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് നേരെ കത്തീഡ്രൽ പ്ലാൻ മാറ്റി ഒരു കോഫി കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകണം. മഴ ഉടനെ ഒന്നും തീരുന്ന ലക്ഷണമില്ല. ഇന്നത്തെ നമ്മുടെ ഇൻവേർണസ് കാഴ്ചകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ ആ കഫേയുടെ മുന്നിലോ ഇത്ര നേരം നിന്നത് മഴയൊന്ന് തോരാൻ. കാരണം അകത്തെങ്ങും ടേബിള് കാലിയായിട്ടില്ല, പുള്ളി ആൾക്കാർ കയറിയിരിക്കുക. എല്ലാവരും മഴ കണ്ട് അവിടെ കോഫി കുടിക്കാൻ കയറിയിരിക്കുക. ഈ വഴിക്കൊന്നും ഒരു കോഫി ഷോപ്പ് പോലും ഇല്ല. ഞാൻ ഈ കടയുടെ ഷെയ്ഡിൻ്റെ അടിയിൽ കയറി നിൽക്കുകയാണ്. ഇവിടെ റെയിനിങ് സ്റ്റേഴ്സ് കാണാം. റെയിനിങ് സ്റ്റേഴ്സ് അങ്ങോട്ടൊക്കെ കയറണമെന്നുണ്ട്, പക്ഷേ മഴ ആയതുകൊണ്ട് രക്ഷയില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇന്നലെ പോയ മഗ്ഡിയിലായിരിക്കും ഇനി നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇനി അങ്ങോട്ട് പോകട്ടെ. മഗ്ഡിയേക്കാളും നല്ല കോഫി ഇവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നേരെ ബീച്ചിലോട്ട് കയറാൻ പോകാം. ഇവിടെ കയറി ഒരു ചീസ് കേക്കും ഒരു ഹോട്ട് ചോക്ലേറ്റും പറഞ്ഞു. ഇനി മഴ തോരുന്നത് വരെ അതൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഇൻവേർണസിന്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങാം. ഇപ്പോഴും മഴയുണ്ട്. ഇതാ എല്ലാവരും കുറേയൊക്കെ പിടിച്ച നടക്കുന്ന മഴയുണ്ട്. ഇവിടെ ഫുഡ് രക്ഷയില്ല കേട്ടോ. ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടെ പറഞ്ഞു. ഹോട്ട് ചോക്ലേറ്റ് അല്ലല്ലോ, ബ്രൗണി. സൂര്യൻ പതുക്കെ പുറത്ത് വരാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും മഴ മൊത്തമായിട്ട് തോർന്നിട്ടില്ല. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നല്ല അടിപൊളി ബ്രൗണി ഇതിൽ കഴിഞ്ഞാൽ കൂടുതൽ ബ്രൗണി തീരെ കൊടുത്ത്. മഴ നന്നായിട്ട് തോർന്ന സണ്ണിയായി കേട്ടോ. നമ്മൾ ഈ സിറ്റി ഹാളിന്റെ ഫ്രണ്ടിൽ വന്നു. അവിടെ ഒരു സ്റ്റാച്യു വെച്ചേക്കുന്നു. എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ നോക്കിയപ്പം ഇവരുടെ ലാംഗ്വേജിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഗെയിലിക്കിൽ. അപ്പുറത്തുണ്ട്, ഞാൻ അത് നോക്കട്ടെ. പണ്ട് ഈ ഹൈലൻഡ്സിൽ ഒരുപാട് ഇവിടെ കറങ്ങി നടന്നിരുന്ന ഒരുപാട് കുറുക്കന്മാരുണ്ടായിരുന്നു. അതിന്റെ ഗെയിലിക് നെയിം എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രൊണൗൺസിയേഷൻ മതാതലയും അറിയില്ല, അത് എഴുതിയിട്ടുണ്ട്. ടൗൺ ഹൗസിന്റെ ഫ്രണ്ടിലും ഇതാണ് ഒരു വൂൾഫിനെ വെച്ചിട്ടുണ്ട്.
അതിന്റെ നേരെ താഴെ ഒരു മനുഷ്യന്റെ തലയിൽ ഒരു സ്കെൽറ്റനും വെച്ചിട്ടുണ്ട്. ഓൾസോ എഴുതിയിട്ടുണ്ട് ടോപ്പ് ഡോഗ്സ്. ഈ ടൗൺ ഹാളിന്റെ മേളിൽ 2 പട്ടികളുണ്ടെന്ന് അത് ഞാൻ കാണിച്ചു തരാം. സിറ്റി ഹാളിന്റെ മേളിൽ 2 ഡോഗ്സിനെ കണ്ടോ. ഞാൻ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറി നിന്ന് കാണിക്കാം. ഇപ്പൊ കുറച്ചുകൂടെ കൃത്യമായിട്ട് കാണുന്നില്ലേ? ടൗൺ ഹാളിന്റെ മേളിൽ 2 ഡോഗ്സ് ഇരിക്കുന്നു. മഴ തോർന്ന സ്ഥിതിക്ക് ഈ സമയത്ത് പുറത്തെ കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു. ആദ്യം റിവർ നെസ്റ്റിന്റെ അങ്ങോട്ട് പോവാണ്. അവിടെ നമ്മൾ നേരത്തെ വായിച്ചതുപോലെ ഒരു ക്യാമലും ഒരു ആനയും ഈ മൃഗങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഇവരുടെ സിറ്റിയുടെ കോട്ട് ഓഫ് ആംസിൽ വരുന്ന ആനിമൽസ്. ഇവിടെ ലോക്നെസ് മോൺസ്റ്ററിന്റെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. നമ്മൾ നാളെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടുത്തെ ഈ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങോട്ട് പോകുന്ന റിവർ നെസ് ഇല്ലേ, അത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ലേക്ക് നെസ് ഉണ്ട്, അതായത് ലോക്ക് നെസ്. അതിൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ഒരു മോൺസ്റ്റർ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒരു മോൺസ്റ്ററിൻ്റെ പേര് നെസ്സി എന്നാണ്. നെസ്സിയെ കാണാനാണ് നാളെ നമ്മുടെ യാത്ര. ഇവിടെ ഒരു കട കണ്ടു. കെൽറ്റ് മേക്കേഴ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്, സ്കോട്ടിഷ് ആൾക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഈ കിൽറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴെ 2 കുഞ്ഞ് ഹൈലൻഡ് കൗസിനെ കാണാം. ഈ യാത്രയിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊന്നും ഹൈലൻഡ് കൗസിനെ കാണാൻ പറ്റും തോന്നുന്നില്ല. കുറച്ചും കൂടെ ഉള്ള ഏരിയയിലേക്ക് പോകണം. അതിന് കാറ് വേണം നമുക്ക്. നമ്മുടെ ഇത്തവണത്തെ യാത്ര ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയതുകൊണ്ട് ഹൈലൻഡ് കൗസിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളങ്ങനെ നടന്ന് നെസ് ബ്രിഡ്ജ് എത്തി കേട്ടോ. ഇതാണ് നെസ് ബ്രിഡ്ജ്. ഇതിൻ്റെ താഴേക്കൂടെ റിവർ നെസ് ഒഴുകുന്നു. നല്ല സൂര്യപ്രകാശമായി. ഈ വഴി നേരെ പോയാൽ കാസിൽ റോഡ്. നമ്മൾ ആ മേളിലായിട്ട്, ഇതിൻ്റെ ലെഫ്റ്റിൽ മേളിലായിട്ടാണ് കാസിൽ കണ്ടത്. ഇവിടെ പാലയൊന്ന് ഓപ്പൺ ചെയ്ത് എഴുതിയിട്ടുണ്ട്. 1961 ഇവിടെയും ഇവരുടെ കോട്ട് ഓഫ് ആംസ് കൊടുത്തിട്ടുണ്ട്. അവർ എലഫന്റിനെയും ക്യാമലിനെയും ആദ്യമാണ്. തൊട്ടിപ്പുറത്ത് പാലത്തിൽ എല്ലാവരും ബ്ലോക്സ് ഇട്ടേക്കുന്ന കാണാം. നമ്മൾ രാവിലെ ആദ്യം കണ്ട കാസിലാണ് മേളിൽ കാണുന്നത്. ഞാൻ അവിടുന്ന് പറഞ്ഞില്ലേ, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന നെസ് ബ്രിഡ്ജ് കാണാം. ഈ റിവർ നെസ് നദി ഒഴുകി വരുന്ന അവിടെ നിന്നാണ്. ഈ ലോക്ക് നെസ്സിൽ നിന്നാണ് ഒഴുകി വരുന്നത്. ലേക്ക് നെസ്സിൽ നിന്ന്. ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക് എന്നതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞാലും തോന്നുന്നു. പിന്നെ അവിടെ കത്തീഡ്രൽ കാണാം. നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത്. ഇതൊരു കുഞ്ഞു സ്ഥലമാണെങ്കിലും ഇതൊരു ടൗൺ അല്ല, ഇത് സിറ്റിയാണ്. നെസ്സി മോൺസ്റ്റർ ഇതിൻ്റെ അടിയിൽ എവിടെയോ ഉണ്ടെന്നുള്ള കഥ തപ്പി നമ്മൾ നാളെ പോകുന്നതായിരിക്കും. അതിൻ്റെ വിശേഷങ്ങൾ നാളെ പറയാം. ഒന്നുമില്ല, ഒരുപാട് പറയാനൊന്നുമില്ല. ഇതിൻ്റെ അടിയിൽ എവിടെയോ ഒരു നെസ്സി എന്ന് പറഞ്ഞ പേരുള്ളൊരു മോൺസ്റ്റർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചിലരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അതെല്ലാം തെറ്റാണെന്നും അങ്ങനെ സാധനം ഇല്ലെന്നും ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാവർക്കും ഇതിൻ്റെ അടിയിൽ ഒരു ഭീകരൻ മോൺസ്റ്റർ, നെസ്സി എന്ന് പറഞ്ഞൊരു മോൺസ്റ്റർ ഉണ്ടെന്നുള്ളത് വെറുതെ വിശ്വസിക്കാനൊരു രസം. ചില അന്ധവിശ്വാസങ്ങളില്ലേ, ചുമ്മാ വിശ്വസിക്കാനൊരു രസം. ഇങ്ങനെ ശരിക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നെസ്സിയെ കാണാൻ പറ്റുമോ എന്ന അന്വേഷണം നമ്മൾ നാളെ പോകുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഇൻവേർണസ് സിറ്റിയുടെ കാഴ്ചകളിലൂടെ ഒന്ന് കറങ്ങി നടക്കാം. Okay, can I ask you something? Yeah. What does that mean? The Glen Albine? Is it Albine? How do you pronounce Glen it? Albin. Glen, is it Albin? Yeah. My name is Albin, so I'm curious. Yeah. I don't know why it's called the Glen Albin. Does Albin mean a Scottish person in the Scottish language? No, it normally means something like a river or I don't know if that's a hostel on the river. Oh, okay. It could be the interpretation of the name, but yes, there's information boards on the outside. Okay, I'll go ask them. It's one of the oldest pubs in Inverness. So How is it? Okay. It's So not bad. something has to do with my name, yeah? yeah, the people's just along there on the right Oh, hand it's side. on that side, yeah? Thank you. I'm making a video for YouTube, so thank you. ഞാനിപ്പോൾ കത്തീഡ്രൽ അവിടെ കാണിച്ചതാണോ അതോ ഇതാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരാളോട് ചോദിച്ചപ്പോഴത്തേന് ഇതാ പോകുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു അതല്ല, ഇവിടെ തന്നെയാണ് കത്തീഡ്രൽ. ഞാൻ ഗൂഗിൾ മാപ്സിൽ നോക്കാൻ പോയിരുന്നു, ഇവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ ചോദിച്ചു, ഒരു ഗ്ലെൻ ആൽബൈൻ കണ്ടോ നിങ്ങൾ, ഒരു പബ്ബ് കണ്ടോ? ഞാൻ ചോദിച്ചു എന്താണത്. പുള്ളി പറഞ്ഞു ആൽബൈൻ അല്ല, ആൽബിൻ എന്നാണ്. ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരാൾ പറഞ്ഞു ആൽബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ടിഷ് പേഴ്സണിൻ്റെ സ്കോട്ടിഷിലുള്ള പേരാണ് ആൽബിൻ. പുള്ളി പറഞ്ഞു അതല്ല, വേറെ എന്തോ അർത്ഥമുണ്ട്. അവിടെ ഇൻഫർമേഷൻ ബോർഡ് കാണും. അത് ഇവിടുത്തെ ഒരു പഴയ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പബ്ബാണ്. ഞാൻ വെച്ചാൽ ഞാൻ അവരോട് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയോട് താങ്ക്സ് പറഞ്ഞ് പതുക്കെ നമ്മൾ നെസ്റ്റ് ബ്രിഡ്ജിൽ നമ്മൾ ലീവ് ചെയ്യുകയാണ്. അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഗ്ലെൻ ആൽബിൻ അല്ലെങ്കിൽ ആൽബൈൻ എന്താണെന്ന് കണ്ടുപിടിക്കലാണ് എൻ്റെ അടുത്ത മിഷൻ. ഇവരിവിടുത്തെ ഓൾഡസ്റ്റ് ഹോസ്റ്റലറി ഓൺ ദ വെസ്റ്റ് സൈഡ് ഓഫ് ദ റിവറാണ്. ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിക്കട്ടെ.
17-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. പിന്നീട് 1889 ഇവരിതിനെ റീബിൽഡ് ചെയ്തു. ഇപ്പോൾ ഈ കാണുന്ന ട്രഡീഷണൽ സ്കോട്ടിഷ് സ്റ്റൈലില്. പിന്നെ ഏറ്റവും ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് അന്നത്തെ ഒരു പോപ്പുലർ വാൻറ്റേജ് പോയിന്റ് ആയിരുന്നു ഇവിടുത്തെ മീൻപിടുത്തക്കാര്. ഈ നമ്മളിപ്പോൾ കണ്ട റിവർ നെസ്സില്ലേ, അവിടുന്ന് സാൽമൺ മീനിനെ പിടിക്കുന്ന കാണാൻ എല്ലാവരും വരുന്ന ഒരു സ്ഥലമായിരുന്നു. Hey, you alright? Yeah. I have a question for you. Yeah, Is it pronounced as Albin or Albine? Glen Alban. Albin. My name is Albin. Oh, So, no. yeah. Oh, wow. So I was wondering, what does that mean in Scottish language? Albin or Albine? Albin. Alban. I don't know. What does that mean? Because someone I met in Edinburgh, he told me that means a Scottish person. What's the meaning of Alban? Does that mean a Scottish person? Read that. Yeah. Oh, is it written there? That might give you something. Oh, no, it's the same outside. Is That doesn't say anything about Albin. Is it just a random name? I don't know. She is checking online to find the name. I never even thought of that. Yeah. Because I know Scotland's Scottish name is Alba. Alba, yeah. That's a Gaelic name. Yeah, it's a Gaelic name of Scotland. Yeah. And what do you call a Scottish person? Someone Scottish. Is What do you call them? Yeah, like a Scottish person in Scotland language, in Gaelic language. Oh, I don't know. No idea. Never learned Gaelic. Well, that's all I could tap online. Okay. You know what I mean? Oh, it says it's a poetic name for Scotland. That's Yeah. Albin. Yeah. So yeah, it has something to do with. I've never even thought of that before. Okay. Yeah, it was interesting for me because it's my Yeah, name, it's you know, your yeah. But yeah, thanks for sharing that. Yeah, no. I'll keep walking. Enjoy the rest of your day. Bye. See, ഒരുപാട് പേർക്ക് ഇവരുടെ ലാംഗ്വേജ് അത്ര നന്നായിട്ട് അറിയത്തില്ല, കാരണം ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എന്തായാലും എനിക്കിതൊരു അടിപൊളി മെമ്മറിയാണ്. ഇൻവേർണസിൽ നിന്ന് ഗ്ലെൻ ആൽബിൻ കണ്ടത്. ഞാൻ ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഇനി ഇൻവേർണസിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിലുള്ള ഗ്ലെൻ ആൽബിനിൽ എല്ലാവരും വരിക. എൻ്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ പതുക്കെ എൻ്റെ ഗ്ലെൻ ആൽബിൻ പബ്ബിൽ നിന്ന് നീങ്ങുകയാണ്. ഞാൻ അകത്ത് കയറി അവരോടെല്ലാം ചോദിച്ചു. ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചില്ലേ, കൂടുതൽ പേർക്കും എന്താണ് ആൽബിൻ്റെ അർത്ഥം എന്നറിയത്തില്ല. ഇവരെല്ലാവരും എന്നെപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. ഗ്ലെൻ ആൽബിനോട് ചേർന്ന് തന്നെ ഒരു സ്കോട്ടിഷ് കിൽറ്റ് മേക്കർ വിസിറ്റർ സെൻ്റർ ഉണ്ട്. നമുക്കിതും മഴ പെയ്യുകയാണെങ്കിലോ കുറച്ചുകൂടി ഇരുട്ടുകയാണെങ്കിലോ വന്ന് കയറാം, കാരണം അതെല്ലാം ഇൻഡോർ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം നെസ് നദി കണ്ട് ഇങ്ങനെ നടക്കാം. എന്നിട്ട് ആ നേരെ കാണുന്ന പാലം ക്രോസ് ചെയ്ത് മറ്റേ സൈഡിൽ കൂടെ, അല്ല ഈ വഴി തന്നെ തിരിച്ചു വരണം. ഈ വഴി തന്നെ തിരിച്ച് നമ്മുടെ കാത്തീഡ്രലിലേക്ക് പോകണം. അതാണ് അടുത്ത കാഴ്ച. നേരെ അടുത്ത പാലത്തിലോട്ടുള്ള നടത്തുമായിരുന്നു. പക്ഷേ തീരെ സഹിക്കാൻ വയ്യ, ടോയ്ലറ്റിൽ പോയേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഒരു ഫ്രഞ്ച് കഫേ ആണ്, കഫേ പാരീസ്. അവിടെ നിന്ന് 2 കീഷ് പറഞ്ഞു. പക്ഷെ നല്ല ഇൻറ്റീരിയർ ആയിട്ട് ഇവിടുത്തെ ഒരു രക്ഷയില്ല. ഭയങ്കര ക്രിസ്മസ് വൈബിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം കുറച്ച് സമയം ഇതൊന്ന് എൻജോയ് ചെയ്തിട്ട് നേരെ നമ്മൾ നടത്തം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നു. More people come to, yeah. free marketing. Free publicity, yeah. വീഡിയോ എടുത്തോട്ടെ ചോദിച്ചു. പുള്ളിക്കാരി പറയാം ധൈര്യമായിട്ട് എടുത്തോ, ഫ്രീ പബ്ലിസിറ്റി അല്ലേ എനിക്ക്. നമ്മുടെ കഫേ എന്നുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാലത്തേനോട് നേരെ പോകാനാണ് പ്ലാൻ. സമയം ഏകദേശം 3 മണി ആകാറാവുന്നു. 3:30 വരെയൊക്കെ ഉള്ളൂ സമയം നമുക്ക് സൺലൈറ്റ്. അതിന് മുമ്പേ എല്ലാം കാണണമെന്നുണ്ട്. ഓടി നടക്കുകയാണ്. ഇവിടെ ഒരു റോമൻ കാത്തലിക് ചർച്ച് കണ്ടു. സെൻറ്റ് മേരി ഓഫ് ദ അനൗൺസിയേഷൻ റോമൻ കാത്തലിക് ചർച്ച് കണ്ടു. ഇനി നേരെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് നടത്തം കണ്ടിന്യൂ ചെയ്യാൻ പോകണം. ഈ സമയത്ത് നല്ല വെതറാണ് കേട്ടോ. മഴയില്ലെങ്കിൽ നല്ല സുഖമുള്ള സമയമാണ്, നല്ല കാലാവസ്ഥയാണ്, വലിയ തണുപ്പില്ല. ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, അതുപോലത്തെ കാലാവസ്ഥയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇൻവേർണസ് എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പം നമ്മൾ കയറിയ കുഞ്ഞ് ഫ്രഞ്ച് കഫേ ഇല്ലേ, അവിടെ നിൽക്കുന്ന പുള്ളിക്കാരി ഫ്രാൻസിൽ നിന്നാണ്, ഫ്രഞ്ചാണ്. ഒരു 5 വർഷമായിട്ട് ഇവിടെ ഈ കഫേ നടത്തുകയാണ്. ഇവിടുത്തെ ഇത് വീടല്ല കേട്ടോ. ഇത് ഞാൻ ആദ്യം വീടാണെന്ന് വിചാരിച്ചത്, പക്ഷേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ബിസിനസ് അഡ്വൈസേഴ്സ്, അപ്പോൾ അതൊരു സ്ഥാപനമാണ്. ഇതും വീടല്ല, പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം നല്ല മാജസ്റ്റിക് ആണ് കേട്ടോ. 1-2 നിലയുള്ളെങ്കിലും എസ്പെഷ്യലി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ കല്ലുകൾ അതിൻ്റെ പ്രൗഢി ഭയങ്കരമായിട്ട് കൂട്ടും.
ഞാൻ നടന്ന് പാലത്തിൻ്റെ അടുത്ത് വരെ എത്തി. റിവർ നെസ്സിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പതുക്കെ തിരിച്ചു പോകണം. കത്തീഡ്രൽ ഇരുട്ടുന്നതിന് മുമ്പ് കാണണം. എന്നിട്ട് നെസ് ഐലൻഡ്സിലോട്ടും പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ അടുത്ത പരിപാടി. ഇതാ നടന്നു വന്നൊരു അപ്പച്ചനെ കണ്ടോ? ഞാനിവിടെ കീഴ്ച കഴിച്ചുകൊണ്ട് വന്നപ്പോൾ അപ്പച്ചനെ തൊഴിൽ പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടുത്തുകാരനാണോ ഇൻവെർനസിൽ നിന്നാണോ? അപ്പോൾ ആന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഗ്ലെൻ ആൽബിൻ്റെ കാര്യം അവരോട് ചോദിച്ചു പോലെ തന്നെ അപ്പച്ചനോട് ചോദിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞു എനിക്കും അറിയത്തില്ല. ആൽബ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ പേരെന്നറിയാം, പക്ഷേ സ്കോട്ടിഷ് വ്യക്തിക്ക് എങ്ങനെയാണ് ഗെയിലിക്കിൽ പറയുന്നതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ലോക്കൽസിനും ഇവരുടെ ഭാഷ അതാണ് നമ്മുടെ ലിയം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇവരുടെ ഭാഷ അങ്ങനെ കാര്യമായിട്ട് ഇവരെ തന്നെ പഠിപ്പിക്കുന്നില്ല. ഞാനതുകൊണ്ട് ഇച്ചിരി പ്രായമുള്ള ഒരാളോട് ചോദിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം കുറച്ചുകൂടെ പ്രായമുള്ളവർക്ക് ഇവരുടെ ഭാഷ എന്തായാലും അറിയാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ കൂടുതൽ പേർക്ക് ഇവരുടെ ഭാഷ അത്ര നന്നായിട്ട് അറിയത്തില്ല. പുള്ളിയും ഓൺലൈനിൽ നോക്കിയിട്ട് പറഞ്ഞു ആൽബൻ ആക്കുന്നു കണ്ടു, സ്കോട്ടിഷ് വ്യക്തിക്ക്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഗൂഗിളിൽ കണ്ടായിരുന്നു. ഇവിടെ ഈ ആൽബൻ കണ്ടപ്പോഴാണ് ഒരു ക്യൂരിയോസിറ്റിക്ക് വന്ന് ചോദിച്ചതാണ്. ആൽബനാക്ക് പറഞ്ഞു, പുള്ളി പറഞ്ഞു താങ്ക്സ് ഫോർ ടീച്ചിങ് മീ, എനിക്കും അറിയത്തില്ലായിരുന്നു, ഇന്ന് ആദ്യമായിട്ടൊരു പുതിയ വേർഡ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. ഞാനിനി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ ഈ വഴി നേരെ പോയി നമ്മൾ നേരത്തെ നിന്നിരുന്ന പാലം വീണ്ടും ക്രോസ് ചെയ്ത് മറ്റേ സൈഡിൽ പോയിട്ട് അവിടെ നേരെ കത്തിയിട്ട് ഇരുട്ടി തുടങ്ങി കേട്ടോ. ഈ പാലത്തേക്കുള്ള നടത്തം നല്ല രസമായിരുന്നു. ഇതൊരു മറ്റേ ട്രാംപ്ലിനിൽ നിൽക്കുന്ന പോലെയാണ്, ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. നല്ല രസമായിരുന്നു അതേ കൂടെ നടക്കാൻ. ഇനി തിരിച്ച് നമ്മൾ മെയിൻ റോഡിലോട്ട് പോട്ടെ. പാലം ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു ചേർച്ച് ഉണ്ട്, ഒരു ഫ്രീ നോ ചേർച്ച്. എൻ്റെ മേളിൽ എന്തോ പണി നടക്കുന്നുണ്ട്. ഒരുപാട് ചേർച്ചുകൾ ഈ ഒരു ചെറിയ ഏരിയയിൽ തന്നെ കണ്ടു കേട്ടോ. ശരിക്കും ഈ നടത്തം നല്ല രസമാണ് കേട്ടോ. ഇൻവെർനസിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നല്ലൊരു ആക്ടിവിറ്റിയാണ്. വൈകുന്നേരം ഈ നദിയുടെ കാഴ്ച കണ്ടിങ്ങനെ നടക്കുന്നത്. നമ്മൾ നടന്ന് തിരിച്ച് നമ്മുടെ ആദ്യത്തെ പാലത്തിലെത്തി. ഇനി നേരെ കത്തീഡ്രലിലേക്ക് പോവുകയാണ്. ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിളികളൊക്കെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ ഗ്ലെൻ ആൽബിൻ വീണ്ടും കണ്ടു. ഇനി അധികം ഒന്നും കറങ്ങുന്നില്ല, നമുക്ക് ഇരുട്ടി തുടങ്ങി. എന്നും ഇത് തന്നെ നമുക്ക് പറ്റുന്നേ. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന കാഴ്ചയിലോട്ട് നേരെ നടക്കത്തില്ല. വഴിയിൽ കാണുന്ന എല്ലാം ഇങ്ങനെ വീഡിയോയും എടുത്ത് ഫോട്ടോയും എടുത്ത് ഇങ്ങനെ അതൊക്കെ നമ്മൾ എത്താറുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ കാസിൽ കാണാം. ഇൻവെർനസ് സിറ്റിയിൽ നിൽക്കുന്ന ദിവസം ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഇത് തന്നെ കേട്ടോ. ഇങ്ങനെ നടന്ന് ഇവിടുത്തെ കാസിലിനകത്ത് കയറണമെന്നുള്ളവർക്ക് കയറാം കേട്ടോ. നമ്മൾ കത്തീഡ്രലിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഹൈലാൻഡ്സ് ആൻഡ് ഐലൻഡ്സിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് ഉണ്ട്. അതിൻ്റെയും നേരെ മേളിൽ എഴുതിയേക്കുന്നുണ്ടോ ഇവരുടെ ഭാഷയിൽ. ഇത് ഗ്രീൻ കളറിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ ഇവരുടെ ഭാഷയ്ക്ക് ഇതിലൊക്കെ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അധികം ആൾക്കാർ സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇത് ഈ അടുത്ത് വല്ലതും തുടങ്ങിയൊരു ഇനിഷ്യേറ്റീവ് ആയിരിക്കും. ഇവരുടെ ഭാഷയ്ക്ക് കൂടുതൽ എന്താ പറയണ്ടേ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയതായിരിക്കും. ഇതാണ് ഇൻവെർനസിലെ സെയിൻറ്റ് ആൻഡ്രൂ കത്തീഡ്രൽ. ഒരാൾ അകത്തേക്ക് പോകുന്ന കാണാം. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് അകത്ത് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ഞാൻ അകത്ത് കയറുകയാണെങ്കിൽ തന്നെ ആരെയും ശല്യപ്പെടുത്താതെ ഏറ്റവും പുറകിൽ നിന്ന് എല്ലാം വീഡിയോ എടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. മുന്നിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ കത്തീഡ്രലിൻ്റെ ഏറ്റവും മുമ്പിലെത്തി കേട്ടോ. അതാ ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സർവീസസ് നടക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പിലും ഒരു ബെഞ്ച് കണ്ടു, അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. രണ്ട് സൈഡിലും റെഡ് പോപ്പീസ് വെച്ചേക്കുന്ന കാണാം. വെച്ചിട്ടുണ്ട് ഫോർ യു ടുമോറോ വി ഗേവ് ഔട്ട് ടുഡേ. ഞാൻ ആദ്യം വിചാരിച്ച വേൾഡ് വാർ 1 ഓർമ്മയ്ക്കാണ്, പക്ഷേ അതിനകത്ത് എഴുതിയിട്ടുണ്ട് 1942 മുതൽ 45 വരെ നടന്ന ബർമയിലെ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. അതായത് നമ്മുടെ മ്യാൻമാർ. ഇതവിടെ എഴുതിയിട്ടുണ്ട് ബർമ ക്യാമ്പയിൻ in proud memory of all who gave their lives in the Burma campaign. ഇവിടെയും ആൽബ കണ്ടോ? ആൽബയുടെ അർത്ഥം സ്കോട്ട്ലൻഡ് എന്നാണ്. ആക്ച്വലി ഇവിടെ പ്രാർത്ഥനയല്ല കേട്ടോ, അവിടെ ഒരു കോൺസേർട്ട് നടക്കുകയാണ്. ഇപ്പം പ്രാർത്ഥനയൊന്നുമില്ല. ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഇവിടെ ഒരു കോൺസേർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനാണ് ഇവരെല്ലാവരും വന്നേക്കുന്നത്. ഇവിടെ പറഞ്ഞു 4:30 കഴിയുമ്പോൾ ഇത് കഴിയും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കത്തീഡ്രലിനകത്ത് കയറാം. ഞാൻ പറഞ്ഞ തൽക്കാലം ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഇറങ്ങുകയാണ്. നെസ് ഐലൻഡ്സിലോട്ട് പോകാമെന്ന് പറഞ്ഞു. നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പള്ളിയുടെ ഫ്രണ്ടിൽ കുറേ ഫുഡ് ട്രക്സ് ഉണ്ട്, പക്ഷേ എന്താണ് ഓപ്പൺ ആയിട്ടില്ല സൺഡേ ആയിട്ട്. കത്തീഡ്രലാണ് പുറകിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. റൈറ്റ് സൈഡിൽ കാസിൽ കാണാം. അവിടെ നിന്ന് നേരെ നമ്മൾ
ഈ വാട്ടർ സൈഡ് റെസ്റ്റോറൻറ്റ്സും വാട്ടർ സൈഡ് വീടുകളും ഒക്കെ കണ്ട് നമ്മുടെ നടത്തം കണ്ടിന്യൂ ചെയ്യുകയാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൈലില്ല, കുറച്ച് യാർഡ്സ് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നെസ് ഐലൻഡ്സ് ഉണ്ട്. അതായിരിക്കും മിക്കവാറും നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കാഴ്ച. കാരണം വിക്ടോറിയൻ മാർക്കറ്റ് 5 മണിക്ക് ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ അവിടെ എത്താൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ പോകാം. Excuse me. Can I take a picture of that? All right. Yeah. It looks really cool. I know. Somebody bought him for it. I bought it for him as well. Oh, It's a Christmas gift. it's actually so cool. ഈ വഴിക്കും അടുത്ത പാലം ഉണ്ട് കേട്ടോ. കാരണം ഈ വീടുകളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്ക് പാലം ക്രോസ് ചെയ്യാൻ വേണ്ടി അത്രയും ദൂരം നടക്കണ്ടേ. അതുകൊണ്ട് നടന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞിങ്ങനത്തെ പാലങ്ങളുണ്ട്. വണ്ടി പോകാൻ വേണ്ടിയുള്ള പാലമാണ് നമ്മൾ നേരത്തെ കണ്ട നെസ് ബ്രിഡ്ജ്. ബാക്കിയെല്ലാം ആൾക്കാർക്കും സൈക്ലിസ്റ്റുകൾക്കും നടക്കാനുള്ളവർക്കും വേണ്ടിയുള്ള പാലമാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ റിവർ നെസ്സിന്. നല്ല സൗണ്ട് കേൾക്കാം ഇവിടെ നിന്ന്. പക്ഷെ നമ്മൾ നേരത്തെ കയറിയ പോലത്തെ ട്രാംപ്ലിൻ പാലമല്ല ഇത്. വലിയ കുലുക്കൊന്നുമില്ല. ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ്. അല്ല കേട്ടോ, ഏകദേശം നടുക്കെത്തുമ്പോഴത്തേന് ഒരു കുലുക്കമുണ്ട് പാലത്തിന്. വെള്ളത്തിൽ ചെറിയൊരു അനക്കം കണ്ടു. ഞാൻ വിചാരിച്ചു നെസ്സി മോൺസ്റ്റർ നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അല്ല, ഒരു തടി കഷ്ണമാണ്. നരനകത്തെ പാട്ടൊക്കെ ഇട്ട് നേരെ അങ്ങ് ചാടിയല്ലോ. അപ്പോൾ ഇരുട്ടി തുടങ്ങി. ഞാൻ ഇനി വേഗം പോട്ടെ, ഇല്ലെങ്കിൽ നെസ് ഐലൻഡ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് സങ്കടകരമായ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചേക്കുന്ന കാണാം കേട്ടോ. കേവൽ ഗാർഡൻസ്. എഡിത്ത് കേവൽ എന്ന് പറഞ്ഞൊരു നേഴ്സ് ഉണ്ടായിരുന്നു നോർഫോക്കില്, നമ്മുടെ UK തന്നെ നോർഫോക്കിൽ ജനിച്ചതാ. ബെൽജിയത്തിലെ ബ്രസൽസിലെ ബർക്കൻഡെയിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടുത്തെ ആദ്യത്തെ മേർട്ടനായിട്ട് അപ്പോയിന്റ് ചെയ്ത വ്യക്തിയാണ്. 1907. 1915 130 പേരെ ബെൽജിയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സഹായിച്ചു എന്ന് പറഞ്ഞ് ഈ നേഴ്സിനെ കോർട്ട് മാർഷൽ ചെയ്തു, വധശിക്ഷയ്ക്ക് വിധിച്ചു. 1915 12 ഒക്ടോബറിന് ആ വ്യക്തിയെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നഴ്സ് കേവലിന്റെ ഓർമ്മയ്ക്കുള്ള ഒരു ഗാർഡനാണ് ഇവിടെ. എനിക്കിത് UK ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. UK എന്നല്ല, ഏത് രാജ്യത്തിൽ ആര് ചെയ്താലും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇവർ ഈ ഹിസ്റ്ററി പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ കാണുന്ന ഒരു വാർ മെമ്മോറിയലാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഇവരെന്ത് വൃത്തിയായിട്ട് അവരുടെ ഗാർഡൻസും. അപ്പോൾ ഇവിടെ ഇന്നത്തെ മനുഷ്യരും അതിനെ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും വൃത്തിയായിട്ട് അതിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതും ബർമയിൽ പോയവരുടെ മ്യാൻമാറിലെ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കാണ്. 1941-45 ബർമ ക്യാമ്പയിൻ. എന്താ ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ സോൾജേഴ്സിൻ്റെ വാക്കുകൾ? അന്നത്തെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരോടും പറയണം, നിങ്ങളുടെ നല്ല നാളേക്ക് വേണ്ടി ഇന്ന് ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തു എന്നുള്ളത് എഴുതി വെച്ചേക്കുന്നു. ഗാർഡൻ ഓഫ് റിമംബ്രൻസും ക്രോസ് ചെയ്ത് ഞാൻ മുന്നോട്ട് നടക്കുകയാണ് നെസ് ഐലൻഡ്സിലേക്ക്. പോകുന്ന വഴിക്കൊരു വീടിൻ്റെ ബാക്ക് യാർഡിലേക്കുള്ളൊരു കുഞ്ഞു ഡോറ് കണ്ടേ, നല്ല ഭംഗിയുണ്ട്. ഡോറ് മാത്രമല്ല, വീട്ടിലേക്കുള്ള ബാക്ക് യാർഡും വീടും എല്ലാം കൂടി ഈ ഫ്രെയിം നല്ല രസമുണ്ട് കാണാൻ. ഒരു സൈഡിൽ നെസ് നദിയും ഒരു സൈഡിൽ ഇവിടുത്തെ വീടുകളുടെ എല്ലാം കാഴ്ചകളും കണ്ടുള്ള നടത്തമാണ്. നമ്മൾ നടന്ന് ശരിക്കും റിവറിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇത്രയും ക്ലോസ് ആയിട്ട് നദി കാണാം. നമ്മൾ വീണ്ടും വഴിയിലെ കാഴ്ചകൾ കണ്ട് നിന്നുപോയി. ഇനി പോട്ടെ, നെസ് ഐലൻഡ്സിലേക്ക് ഇനിയും ദൂരമുണ്ട്. ഒരു 5 മിനിറ്റ് നടത്തങ്ങളുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള വഴിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വാക്കാണ്.
ശരിക്കും നമ്മളിപ്പം നെസ് ഐലൻഡ്സിലേക്കാണ് നടക്കുന്നതെങ്കിലുണ്ടല്ലോ ഈ യാത്ര ഫുൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇവിടെ കസേരയിട്ടേക്കുന്നുണ്ട്. വൈകുന്നേരം ഈ നടത്തം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഈ നദിയുടെ കാഴ്ച കണ്ടിരിക്കാൻ എന്ത് ഭംഗിയായിരിക്കും. നമ്മുടെ നാട്ടിൽ ശരിക്കും ചെയ്യാവുന്ന കാര്യമാണിത്. നമുക്ക് ഒരുപാട് നല്ല നദികളുണ്ട്, പക്ഷേ ഇങ്ങനത്തെ നടക്കാനുള്ള നല്ല ഫുട്പാത്തും ഇല്ല. ഇതുപോലെ കണ്ട് എൻജോയ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കുറവാണ്. പക്ഷെ നാട്ടിലെ പ്രയോറിറ്റീസ് അതല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ജീവിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ അവിടെ ശരിയാക്കിയിട്ടില്ല. അതിനുശേഷമല്ലേ നടക്കാനും ഇതുപോലത്തെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നെസ് ഐലൻഡ്സിന് ഏകദേശം അടുത്തെത്തി കേട്ടോ. അവർ ഇതുവഴി ക്രോസ് ചെയ്ത് അപ്പുറത്ത് കയറി നമുക്ക് നേരെ നെസ് ഐലൻഡ്സിലേക്ക് പെട്ടെന്ന് പോകാം. ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നടന്നു വന്ന വഴി ഇനി മുന്നോട്ടുണ്ട് കേട്ടോ. ഈ ഒഴുകി വരുന്നത് ലോക്ക് നെസ് എന്നുള്ള നദിയാണ്. നേരെ റിവർ നെസ്സിലേക്ക് ഞാൻ ഇനി നേരെ പാലം കയറുകയാണ്. ഈ പാലം കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ നെസ് ഐലൻഡ്സിലെത്തിയാണ്. ഒന്നുമില്ല, ഈ ചെറിയ സ്ഥലമേ ഉള്ളൂ. ഏകദേശം സൺസെറ്റിന് സമയമായി. ഇതിനകത്ത് ഏറ്റവും ഭംഗി ഇങ്ങോട്ടുള്ള നടത്തം തന്നെയാണ്. കുറച്ച് സമയം നെസ് ഐലൻഡ്സിൽ നിന്നിട്ട് ഞാൻ തിരിച്ച് നേരെ നമ്മുടെ വിക്ടോറിയൻ മാർക്കറ്റിലേക്ക് പോവാണ്. അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല ഇന്ന്. എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ ഒരു 10-15 മിനിറ്റിൻ്റെ റിവർ സൈഡ് നടത്തത്തിന് ശേഷം നമ്മളിത് ആ നെസ് ഐലൻഡ്സിലെത്തി. ഇത്രേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഈ കാണുന്നതാണ് ഇതൊരു കുഞ്ഞ് ഐലൻഡ്. കുറച്ച് നേരത്തേന് നമ്മുടെ ജോലിയിലെയും സ്കൂളിലും കോളേജിലും പോകുന്നവർക്ക് ആ പ്രശ്നങ്ങളും ലൈഫിലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മറന്ന് തൽക്കാലം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഐലൻഡ്സിൻ്റെ ഇങ്ങേ അറ്റമാണ് കേട്ടോ. ഞാൻ നേരത്തെ മുന്നോട്ട് ചെറിയൊരു വഴി കിടക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ വഴി നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ഐലൻഡ്സിൻ്റെ അങ്ങേ അറ്റം വരെ പോവാം. ഞാൻ ഇവിടുത്തെ ഓർമ്മയ്ക്ക് നെസ് ഐലൻഡ്സിൽ നിന്നൊരു എയ്ക്കോൺ എടുത്തിട്ടുണ്ട്. വീണ്ടും നെസ് ഐലൻഡ്സിൽ നമ്മുടെ നടത്തം കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ കുറച്ചു നേരം മിണ്ടാതെ നടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ നദിയുടെ സൗണ്ടും കിളികളുടെ സൗണ്ടും ഒക്കെ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാം. നാളത്തെ യാത്രയിൽ നമുക്ക് നെസ്സിയെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഇതാ ഇവിടെ മോൺസ്റ്റർ നെസ്സിയുടെ ഒരു തടിയിൽ ചെയ്തേക്കുന്ന, മരത്തിൽ ചെയ്തേക്കുന്ന ഒരു സ്കൾപ്ചർ കാണാം. നെസ് ഐലൻഡ്സിൽ കണ്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ബർത്ത്ഡേ ആണെന്ന്, പക്ഷെ അത് അവിടെ എഴുതിയിട്ടുണ്ട് കാരൽ സിംഗിങ്, ക്രിസ്മസ് കാരലാണ്. ക്രിസ്മസ് കരോൾ ഇൻവേർനസ് വൈൻയാർഡ് ചർച്ചിലെ ആൾക്കാരാണ്. ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. ഐലൻഡ്സിൻ്റെ അങ്ങേ അറ്റത്ത് എന്തൊക്കെയോ 1-2 കാഴ്ചകളുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഇരുട്ടുന്നതിനും അങ്ങ് പോവാം. ഇരുട്ടി തുടങ്ങി കേട്ടോ. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവർ എല്ലാവരും ക്രിസ്മസ് കരോളിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ്. ഹായ്. Can I have? We're doing carols and hot chocolate. Oh, Merry Christmas. Merry Christmas. Really cool. ഞാൻ നേരത്തെ അവിടെ കണ്ടില്ലേ ആ ചേർച്ചിലെ ആൾക്കാര്, അതിലൊരു അമ്മച്ചി അവിടെ കുറെ സ്വീറ്റ്സും കൊണ്ട് നിൽക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിപ്പം കാരൾ സ്റ്റാർട്ട് ചെയ്യും, വരുമ്പോട്ട് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കുകയാണെന്ന് പറഞ്ഞു. എനിക്കും കിട്ടി സ്വീറ്റ്സ്. I got some sweets, but I can have more. Thank you so much. Are you from the church, the Vineyard Church? I saw them there. ഞാൻ അപ്പച്ചൻ്റെ ഒരു ഫോട്ടോ എടുത്തു. Got it. Thank you. എല്ലാവർക്കും ക്രിസ്മസ് സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. Hey. I think you'll see it. Okay, It's okay, not okay. Fantastic. Okay, I know, but that's the history. Yeah. All right, thank you. ഞാനിവിടെ കണ്ടോളാണ് ചോദിച്ചു എവിടെയാണ് ജനറൽ സ്പെൽ. ഞാൻ അങ്ങനെ ഒരു സാധനം മാപ്പിൽ കണ്ടല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞാൽ താഴോട്ട് ഇറങ്ങി ചെന്നാൽ മതി. പക്ഷെ അവിടെ ഇച്ചിരി വെള്ളം കയറിയിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. പുള്ളിക്കാരി ഓൾസോ പറഞ്ഞു അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, ചെറിയൊരു കിണറിലേക്കുള്ളൊരു എൻട്രൻസ് പോലൊരു സാധനമാണ്.
ഇവിടെ അതിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ജനറൽ മാസിൻറ്റയർ എന്ന് പറഞ്ഞ ആളുടെ, മാസിൻറ്റയർ ഓർ മാക്കിൻറ്റയർ, ആ വ്യക്തിയുടെ പേരിലുള്ള കിണറാണ്. ആ വ്യക്തി ഇവിടുത്തെ വെള്ളം, ഇവിടുത്തെ സ്പ്രിംഗ് വാട്ടർ എന്നും കുടിക്കുമായിരുന്നു. അതിന് ഒരുപാട് നല്ല ഹെൽത്ത് ഗിവിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാ ഈ കാണുന്നതാണ് ഈ പറഞ്ഞ ദ ജനറൽസ് വെൽ. ഇതിൽ നിന്ന് വരുന്ന സ്പ്രിംഗ് വാട്ടറിനാണ് ഒരുപാട് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നല്ല വിശപ്പുണ്ട്. ഈ നടന്ന ദൂരം അത്ര ഇനി തിരിച്ചു പോകണം. തൽക്കാലം ഇവിടുന്ന് കിട്ടിയ സ്വീറ്റ്സ് കഴിച്ച് വിശപ്പടക്കി നേരെ തിരിച്ച് നടക്കാൻ പോകും. നാളെ നമുക്ക് ഈ നദി ഒഴുകി വരുന്ന ഏകദേശം ലോക്നെസിന്റെ അടിയിൽ ഒരു മോൺസ്റ്റർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നെസ്സിയെ കാണാൻ വേണ്ടി നമുക്ക് നാളെ അങ്ങോട്ട് പോവാം. നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്.